ഹലോ ഗായ്സ്, എല്ലാവർക്കും അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അനുവിന് എന്താ കൊടുക്കാന്ന് നമുക്കറിയില്ല. പക്ഷെ ഓന് എന്താ കൊടുക്കണ്ടെന്നില്ല, സാധനം ഒന്നും ഇവിടെ ഇല്ലേനും. ഓനിപ്പോൾ ഞാൻ രാവിലെ ലേശം പാല് വാങ്ങിക്കൊണ്ടുവന്ന് അത് തിളപ്പിച്ച് വെച്ചേക്കണേ. ലേശം ഫ്രൂട്ട്സും വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ചപ്പാത്തി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചപ്പാത്തിപ്പൊടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഉറങ്ങി നീച്ചിട്ട് തന്നാൽ മതി എന്നാ പറഞ്ഞത്. എന്നിട്ട് കൊടുക്കാം. പിന്നെ ഓനിപ്പോൾ ഞാൻ സൂചി അടിച്ച് വന്ന് ഓനിപ്പോൾ ഇവിടെ കിടക്കുകയാണ്. അനുവാ വെള്ളം കുടിച്ചിട്ടോ, വെള്ളമൊക്കെ അവിടെ സ്റ്റോക്കാണ്. എന്തറിയോ ഈ സാധനേ ഇത് കടക്കുമ്പോ തട്ടും. അപ്പൊ അതിനിട്ടിട്ട് മുണ്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കാണ്. ഒരു സേഫ്റ്റി അല്ല എന്തല്ലേ. അതാണ് ഇപ്പൊ ഞാൻ ചപ്പാത്തി ഉപ്പ് ഇടാതെ ഉപ്പിടാന്ന് പറയണേ. ഒന്നും ഇടണ്ട. എന്തിനാണ് വെറുതെ ഉപ്പ് കൂട്ടണ്ട. ഉപ്പ് എണ്ണയൊന്നും കൂട്ടാൻ പറ്റൂലല്ലോ. ഉപ്പ് എന്നാ ചപ്പാത്തി ഉണ്ടാക്കട്ടെ. രണ്ടെണ്ണം ഞാൻ എനിക്ക് തിന്നാലേ ഉണ്ടാക്കട്ടെ കേട്ടോ. നമുക്ക് ഉമ്മാന്റെ അടുത്തൊന്ന് പോയി വരും. ലേറ്റ് വേണ്ടല്ലോ എനിക്ക്. മാ എന്താ നിങ്ങളെ കേട്ടോ? ഗ്യാസിന്റെ ഗുളിക എങ്ങനെയുണ്ട്? എന്താ കട്ടം പള്ളന്റെ ഉള്ള സുഖം അല്ലെങ്കിൽ എന്താ ഗ്യാസ് വരുന്നില്ലേ? ഗ്യാസ് ഇങ്ങനെ ഒന്ന് നടന്നാണിങ്ങനെ വൈലൊക്കെ നടന്നാണ്ട് പോന്ന് കടന്നൊക്കെ വരുന്നില്ല. ശരിയായി കയറാൻ വരുന്ന ഗുളികൊക്കെ കുടിച്ചില്ലേ? ഇങ്ങനെ കടന്നിട്ടാണ് അപ്പൊ കടന്നിട്ടുള്ളൂ. കാല് കടന്നിട്ട് നിങ്ങളിങ്ങനെ മണ്ടിപ്പാഞ്ഞ് ഇറക്കണല്ലേ, അതുകൊണ്ടാണ് ലൈറ്റ് വെച്ചിട്ടാ. ഞാൻ അനുവിന് ഉണ്ടാക്കട്ടെ. ഒന്നാമത് ഈ തണുപ്പാണേ. ഒരു വെയിലും വിളിച്ചോണ്ട് ഉണ്ടായിട്ട് എത്ര ദിവസമായി ഇച്ചൊന്നും തണുപ്പ് ഇങ്ങനെ അടിച്ചാൻ പറ്റൂലേ. അതിപ്പോ പാനൊന്നും ഞാൻ വേനൽക്കാലത്തും കൂടി ഇല്ലാത്ത മനുഷ്യനാണ്. ഇതിപ്പോ ഉപ്പിടുണ്ടോ നിങ്ങൾ ഫാന്? ആ കാലുമത്തെ സോക്സ് എവിടെയമ്മ? അത് അതിനിപ്പോ ഞാൻ തണുപ്പാണേ, കൊണ്ടുവരുന്ന സോക്സ് ഒന്നും ഇടൂല കേട്ടോ. അങ്ങനെ കിടക്കും. അല്ലേ ഇതിപ്പോ ഒരു കൊണ്ടുവരുന്നിട്ട് ഞങ്ങളുടെ ചോട്ടിക്ക് വെച്ചതാണ്. നെട്ടോളാം. ഞാൻ അനുവിന് ഉണ്ടാക്കട്ടെ. കറന്നോളി. അനുവിന് നമ്മള് ലേശം ഗോതമ്പപ്പൊടി വലിയ പതിക്ക് ഉണ്ടാക്കട്ടെ. ചൂടുവെള്ളത്തിലാട്ടോ കുഴക്കണം. ചപ്പാത്തിപ്പൊടി ഇവിടെ കുഴച്ച് വെച്ചിക്കണം. അത് പരത്തി ചുടണം. അപ്പോൾ നമ്മളെ പെരയിൽ നമ്മളെ പോത്തല് വാർഡത്തെ ആശുപത്രിയിലത്തെ പിന്നെ ആശാ വർക്കറും ഒരു സിസ്റ്ററും ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിപ്പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ അതുമെല്ലാം അന്വേഷിക്കുക. അപ്പോൾ നമ്മളെ വെള്ളം അവിടെ അല്ലേ, താഴത്ത് കിണറ്റില്ലല്ലോ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടാൻ വേണ്ടി പോയിക്കണേ. അപ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പരത്തി വെച്ചിക്കണേ. ഇനി അത് ചുട്ടിട്ട് അനുവ് പരത്തി വെച്ചു. ഇനി അത് ചുട്ടിട്ട് അനുവിന് കൊടുക്കട്ടെ. ഇതിൽ വെളിച്ചെണ്ണ ഓയിലൊന്നും ആക്കാതെ ഞാൻ വെറും ചൂടുവെള്ളത്തിൽ കുഴച്ചങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. കൊടുക്കണം. നമ്മൾ അനുവിന് ചപ്പാത്തി കൊണ്ടേ കൊടുക്കുകയാണ്. പാലും വെള്ളം നീട്ടി കൊടുക്കാനാട്ടാ പറഞ്ഞത്. അപ്പം ചപ്പാത്തി ആ പാലിൽ മുക്കിയിട്ടാണ് തിന്നോളൂ കേട്ടോ. ആ നല്ലോ നീട്ടിക്കണം. എന്താനോ ആ പാലിൽ മുക്കിയിട്ട് തിന്നാ മതിയേ. ആ അതൊന്ന് വട്ടത്തിലുണ്ട് ഉറുത്ത് കുട്ടിയേ. അങ്ങനെ തന്നെ തിന്നുക. ആ കോമ്പിനേഷൻ ഉപ്പില്ലാത്തതല്ലേ ഒന്നുമില്ല. കറി എന്തേലും ഉണ്ടോ ഇവിടെ വെക്കാന്? ആർക്കാ വെച്ചിട്ട് തിന്നാൻ? ആർക്കാണ്? ഒരു ഞാനുണ്ടോ ഒരു ഉമ്മയാക്കണ അങ്ങനെ ഇരിക്കണ്? എന്താ വെക്കണ് ഇജിങ്ങനെ വെക്കണ ഇത് തിന്ന്. ഗായ്സ്, നമ്മളെ ഉമ്മാക്ക് ഗ്യാസ് കയറിയിരിക്കണം. ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയി. നമ്മളിവിടെ ഉപ്പടല്ല ആശുപത്രിയിൽ പോയി മരുന്ന് കുടിച്ചു. അപ്പം ഉമ്മാക്ക് ഏറെ ഗ്യാസ് ഇങ്ങോട്ട് വരുന്നില്ല. ഉമ്മാൻ്റെ ആങ്ങളപ്പോൾ അപ്പോൾ അനുവിനൊറ്റക്കല്ലേ
അനുവിനൊട്ട് എനിക്ക് പോകാൻ പറ്റല്ലോ. അപ്പൊ ഉമ്മാൻ്റെ ആങ്ങളപ്പം ജോസ് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിക്കണം. ഗ്യാസ് മുട്ടുക വരുന്നില്ലേ? അങ്ങനെ വന്നിക്കുക ഞമ്പൊക്കെ വരില്ല ഓക്കാനും ഇങ്ങനെ വരിക. ആശുപത്രി കേസാണല്ലോ. ഒന്നാമത് വെയിലും വെളിച്ചോലല്ലേ മാനെ, അതാണ്. ഇന്നലെ കൊണ്ടിട്ട് ഒരു മാറ്റമില്ലല്ലേ? അതുമില്ല, ഇമ്മ എപ്പോഴും ഇങ്ങനെ കടക്കല്ലേ പോകും. ഇതിപ്പോ ഇന്നലെ നീക്കാൻ വിചാരിക്കാൻ ഞാൻ കിടക്കണം. അതുകൊണ്ടാണ് ഗ്യാസ് കയറുന്നത്. നിങ്ങളങ്ങനെ കടക്കാത്ത ആളല്ലേ. ഇന്നലെ രാത്രി ഇന്നൊന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടപ്പോ മമ്മാനത് കാട്ടിയതാണ്. മമ്മാക്ക് ഇന്നലെ ഗ്യാസ് കയറുന്നുണ്ടായിട്ട് ഇന്നലെ ഗുളിക 2 ഗുളികയും ഒരു കുപ്പിയായിരുന്നു കൊടുത്താണ്ട് ഇതാക്കിയതാണ്. പക്ഷെ അതുകൊണ്ട് മമ്മാക്ക് കുറവില്ല. മമ്മാക്ക് ആരെ കാട്ടണ്ട, ജോസ് ഡോക്ടറെ തന്നെ കാട്ടണം. എന്തുണ്ടായി കഴിഞ്ഞാലും ജോസ് ഡോക്ടറെ കാട്ടണം, എന്നാലേ മാറുള്ളൂ. എങ്ങനെ ഇപ്പൊ പോയോക്കണ്? ഓട്ടോറിക്ഷക്ക് പറഞ്ഞേക്കട്ടെ, അമ്മ കൊണ്ടോട്ടെ. ഞങ്ങള് താഴത്തെ പേരിത്തെ മമ്മാന്റെ ആങ്ങളുണ്ട്, അപ്പൊ ആള് കൊണ്ടുപോകാന്ന് പറഞ്ഞണ്. അങ്ങനെ പോയോക്കട്ടെ. ആകെ രോഗം, ആകെ വെച്ച തിരിയും വെച്ച അല്ലേ മകാണോ കണ്ടിട്ട് ഇച്ചും വെച്ച എന്തല്ലേ ആകെ അവസ്ഥയായി പോയി. ചീട്ടോ ചീട്ടൊന്നുമില്ലല്ലോ. ആ മരുന്ന് കൈ പിടിച്ചോ, അവിടുത്തെ ചീട്ട് അവിടെ തന്നെ ഇപ്പോഴത്തെ ചീട്ട് നമുക്ക് തരൂലമ്മ, മറ്റോടത്തെ ചീട്ടും ഇല്ല. മമ്മ ഇന്നലെ തന്ന ഗുളിക്കും മരുന്ന് എടുത്ത് കൈ പിടിച്ചോളി, എന്നിട്ട് ജോസ് ഡോക്ടർക്ക് കാട്ടി കൊടുത്തല്ലേ. ആ ഡോക്ടർ ഒക്കെ ശരിക്കും നോക്കും. നിങ്ങളങ്ങോട്ട് റൂട്ടിക്ക് ഇറങ്ങാണില്ലമ്മ. മരുന്നിന് പോകാൻ നമ്മളെ വജ്ജ് പന്നി ഞാനേ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ അടിച്ചേരിയിട്ട് അവിടെ അടിച്ചേരിയതാ. അടിച്ചേരിക്കണ തോന്നുന്നു. അപ്പം അമ്മ അതൊക്കെ വജ്ജ് നമ്മളത് അമ്മ അങ്ങോട്ട് ഇറങ്ങിക്കാണ്. അമ്മേൻ്റെ ആങ്ങളപ്പുറത്തുണ്ട്. അപ്പം നമ്മളെ വണ്ടിക്കാക്കന്നേ നിങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നോളൂ, ആ വണ്ടി തന്നോളൂ. ഞങ്ങളെ വരുന്നുണ്ട് ഉമ്മാൻ്റെ ആങ്ങള. അപ്പൊ ഗ്യാസ് കയറിയില്ല. അപ്പൊ നിങ്ങളെപ്പോഴും ഉണ്ടാകുന്നായിട്ട് പോയി. അങ്ങനെ ഓല വണ്ടിയിൽ കയറ്റി വിട്ടേക്കണ്. എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഒന്നുകൂടി ഫോൺ ചെയ്ത് 5 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് കൊട കുടിച്ചോളി, കൊട കുടിച്ചോളി. ആ കുഴപ്പമില്ല, ഇന്നലെയല്ലേ ഇപ്പൊ ചെയ്ത നമ്മള്. എന്താ നോക്കിയേ? ബ്ലഡോ? നോക്കി മരുന്ന് കയറ്റി. കുഴപ്പമൊന്നുമില്ല അല്ലേ. നമ്മളമ്മ ആശുപത്രി പോയി വന്ന് ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു. ബ്ലഡോ ഗ്യാസിന്റെ പ്രശ്നമാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ബ്ലഡും യൂറിനും അല്ലേ. എന്നാ കഞ്ഞി എടുത്താലോ നമുക്ക്? ഉമ്മാൻ്റെതും ഇവിടെ വെള്ളത്തിൽ തന്നെയാണിട്ടോ, തിളച്ച വെള്ളത്തിൽ കഴുകാട്ട തന്നെയാണിത്. കുറുവരിക്കഞ്ഞി ചെറുവരിക്കഞ്ഞി വെച്ചതാ. രസം ഉപ്പട്ടമ്മ അനുവിന് പറ്റൂല, അപ്പോൾ കഞ്ഞിയും കുടിച്ചിരുന്നില്ല കേട്ടോ. തന്നെ ഇപ്പം അമ്മ കുടിച്ച കിട്ടിയാൽ മതി. കഞ്ഞി വെള്ളമല്ല, കഞ്ഞി തന്നെ വേണം. അങ്ങോട്ട് കുടിച്ചൂടി കേട്ടോ. ഞാൻ കുടിച്ച് നമ്മൾ അനുവിൻ്റെ രസം ഉള്ളി തക്കാളി എണ്ണയൊന്നും വല്ലാതെ ആക്കാതെ മസാലയൊക്കെ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയിരിക്കണം. ചപ്പാത്തിയും ചൂടായിരിക്കണം. ചപ്പാത്തിയും ചൂടായി. മണത്ത് നോക്കല്ല, കണ്ണും ചിമ്പിയാണ് വാരി തിന്നോട്. അത് വെള്ളം നീട്ടി രസം കൊണ്ടുവന്നേറ്റേ. ആ പാലിന്റെ വെള്ളം നീട്ടിട്ട് എന്നാ രസം കഞ്ഞിവെള്ളം. അജു ഇന്ന് വാങ്ങിപ്പോയില്ലേ. പിന്നെ എന്നാ രസം കഞ്ഞിവെള്ളം നേറി ഉപ്പിട്ടുങ്ങാണ്ട് കഞ്ഞിവെള്ളം ചെറിയരിന്റെ. ചോറിന് എന്തോ കൂട്ട. ആരഞ്ഞ ഇവിടെ ചോറ് വെച്ചത്? അനുവോ
ഇന്നലത്തെ രസം ചോറുണ്ടേനി ഞാനത് തിളപ്പിച്ച് അവിടെ വെച്ചേക്കണ്. ഈ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് എന്താ തിന്നണ്? വെറുതെ വെച്ച് കളയണ എന്തിനാ? എന്റെ കാര്യം ഒന്നും നോക്കണ്ട. ഞാൻ തിന്നോ തിന്നില്ല, എൻ്റെ ഒക്കെ ഒരു ഹയലാണ്. എന്റെ അവസ്ഥ എന്തായാണ്? കുറച്ച് ചോറുണ്ടാക്കിയാൽ മതി. അതായത് ഞാൻ അന്നേരം തിന്നില്ലേ, അത്ര കുറച്ച് ചോറുണ്ടാക്കിയാൽ മതി. മറ്റേ കാക്കാനെ വിളിച്ചോണ്ട് പീടിന്ന് കുറച്ച് പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആ പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കി തന്നാ മതി കേട്ടോ. മസാലയൊക്കെ പറ്റുമോ വെക്ക്? ഇപ്പൊ എങ്ങനെ ഉണ്ട്? മസാലയൊക്കെ പറ്റുമോ? ഒരു തുള്ളി ഡോക്ടർ പറഞ്ഞെന്തറിയോ, ആശാ വർക്കറും പറഞ്ഞപ്പോ പറഞ്ഞെന്താ, പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഓവറായിട്ടൊന്നും കൂട്ടാന്നാ മതി. അതായത് നീ കഞ്ഞിവെള്ളം കുടിക്കട്ടോ ഗൈസ്. ഒരു പറഞ്ഞ എന്തറിയോ, ഒരേ സാധനം ഓവറായിട്ട് കൂട്ടരുത്. അതായത് അതന്നെ തിന്നുകൊണ്ടിരിക്കുമ്പോ ഛർദിക്കൂലേ, അപ്പൊ മാറ്റി മാറ്റി തിന്ന. ഒരു സാധനം ഓവറാക്കരുത്. ഇപ്പൊ ഉപ്പാണെന്നുണ്ടെങ്കിലും കുറച്ച് ഉപ്പ് കൂട്ടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ദഹിച്ചണം, പെട്ടെന്ന് ദഹിച്ചാതെ നിൽക്കരുത് എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാ സാധനവും കൂട്ടാ, പക്ഷെ ഓവറാക്കരുത്. അങ്ങനെ ആക്കാനമ്മ പറഞ്ഞത്. ഇന്ന് ഇന്റെ കുട്ടി കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് രാത്രി കഞ്ഞി കുടിച്ചോ? കൂട്ടാന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തോ. അതെന്താ അറിയോ, ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു കരിവേപ്പിന്റെ ഇല ഇട്ടുങ്ങാണ്ട്, കടുകൊന്നും ഇട്ടിട്ടില്ല, വെളിച്ചെണ്ണ ഒരു അതൊന്നും, അതിനൊക്കെ വെളിച്ചെണ്ണ ഉണ്ടേ. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടൂടെ? അതല്ലേ പറഞ്ഞത്. പേടിയാണ് അനുവോ, ഒന്നും ഓവറാക്കാന്നാ മതിമാ. മഞ്ഞപ്പിത്തത്തിനായിട്ട് മരുന്നില്ലല്ലോ. മഞ്ഞപ്പിത്തത്തിനായിട്ട് മരുന്നില്ല, പക്ഷെ മഞ്ഞപ്പിത്തം കൊണ്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെ, അതിനാണ് മരുന്ന് വെക്കേണ്ടത്. ഇപ്പൊ വയറുവേദന വരികയാണെന്നുണ്ടെങ്കിൽ വയറുവേദനക്ക് മരുന്ന്, സൂചിക്ക, പനി വരുമ്പോ പനിക്കില്ല മരുന്ന്, തലവേദന ആണെന്നുണ്ടെങ്കിൽ തലവേദനക്കുള്ള മരുന്ന്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഉമ്മാക്ക് മരുന്ന് കൊടുക്കട്ടെ എന്നാ. പാവേ പൈച്ചിട്ടങ്ങത്തിൻ്റെ പൊന്നിന് ഇതൊന്നും അയച്ചിടുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്നായി പൊന്നിന് ഈ കൈ കുത്തണം. ഇന്നിപ്പോ ഇന്നും നാളെ രാവിലേക്കുള്ളോലാ മരുന്നല്ലേ? നാളെ ടെസ്റ്റ് ചെയ്യാൻ പോണം അല്ലേ? നാളെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാണ്. അതായത് ഈ മരുന്ന് കഴിഞ്ഞ് എന്നാണ്ട് ടെസ്റ്റ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ അറിയാൻ പറ്റും. മഞ്ഞപ്പിത്തം ഒറ്റയടിക്ക് ഇനിയിപ്പോ കുറവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് മഞ്ഞപ്പിത്തം കുറവാണല്ലോ. അതായത് സ്റ്റാർട്ടിങ് അല്ലേ, ഈ സാധനം ഒന്ന് കൂടിയതിന് ശേഷമാണല്ലോ മാറുക. അപ്പോഴും കട്ടകാലം അറിയില്ല. ഇപ്പൊ 4 ദിവസം ആയില്ലേ, ഇതിന്റെ അടിയിൽ കൂടെ ചിലവർക്ക് കൂടിയാലും അറിയില്ല എന്നാ പറഞ്ഞത്. സൈലന്റ് ആയിട്ട് വന്നു പോകും. അപ്പൊ പറയാൻ പറ്റൂല. ഇനി എന്തായാലും എനിക്ക് കണ്ടുകൊണ്ട് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിധത്തില് ചപ്പാത്തിക്ക് ഉള്ളിൽ കയറ്റിയാണ് കുത്തിരിക്കാണ്. ഉമ്മാക്കിനോട് ഉണ്ടാക്കി തന്നിട്ടും കുഴങ്ങി അല്ലേ? കുഴങ്ങൊന്നല്ല, എനിക്ക് സമാധാനല്ല. ഉമ്മ എന്തായാലും തിന്നോ? എന്ത് പറ്റെടുത്തത്? അങ്ങനെ പറഞ്ഞ കാര്യല്ല. ഞാൻ അസുഖം കൂട്ടാനായിട്ടാ. തിന്നാ തോന്നണ്ടേ വിചാരിച്ചാണ്ട് മേലും തിന്നേ. എങ്ങനെ മമ്മ അവിടെ കിടക്കട്ടെ. മമ്മക്ക് മരുന്ന് ഇപ്പൊ കൊടുത്താണ്ട് കടത്തിക്ക, കഞ്ഞി കുടിച്ചാണ്ട് കടത്തിക്ക അല്ലേ? ഉമ്മെങ്കിലും നേരെ തിന്നാൻ നോക്കിയാ. അല്ലെങ്കിൽ ഞങ്ങക്ക് വെച്ചാതായി കഴിഞ്ഞാൽ പിന്നെ ആകെ ഇതാവും, ഇടങ്ങേറാവും. എന്താ ചെയ്യാ? എനിക്ക് കൊര ഇല്ല. കൊര കഫ ഇതാവണ ഇതിന്റെ കൊരയാണ്. ആവിയോ? ആവി പിടിച്ചിട്ട് എന്താ വരിക? ആവി പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരികയാണ്. ഇപ്പൊ ഒന്നുമില്ല. ഇച്ചിപ്പോ ആകെ ഉള്ളത് ഈ ഇതാണ് കഫ. പൈപ്പുണ്ട്. ഈ കഫ ഇതാവാണ്. കൊര ഇതാവുമ്പോ ഉമ്മമാക്കാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ഗ്യാസും കയറിയിരിക്കണ്. കൊണ്ടേ കാട്ടിട്ട് ഇന്ന് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിന്. ഇന്ന് എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത? യൂറിനും യൂറിനും ടെസ്റ്റ് ചെയ്തിന് ഉമ്മമാന്റെ. കാരണം ഇന്നലെ ഒരു വട്ടം കൊണ്ടുപോയാണ്ട് ടെസ്റ്റ് ചെയ്താണ്. അപ്പൊ ഇന്നിപ്പോ ചെന്നാണ്ട് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്തിന്. ഇനിയിപ്പോ എന്റെ ഇന്നലത്തേലും കുഴപ്പമില്ലല്ലേ? ഗ്യാസ് കയറിയതാ? അങ്ങനെ പാഞ്ഞ് നടക്കണല്ലേ? ഇപ്പൊ 2 ദിവസമായിട്ട് ഇങ്ങനെ അമർന്ന് കിടക്കല്ലേ ഉമ്മല്ല, അതുകൊണ്ടല്ലേ ഗ്യാസ് കയറിയത്. എങ്ങനെ ആ ഗുളിക കാട്ടി കൊടുത്താണ് ആ ഡോക്ടർ തന്ന ഗുളിക ഏതാ? ഗ്യാസ് കയറിയിട്ടാണ് ഇപ്പൊ ആകെ കുടുങ്ങിയത് അമ്മമാർക്ക്. ഇനിയിപ്പോ നാളെ ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എനിക്ക് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകാണ്. കാരണം ഇതിന്റെ സൂചി ഇന്ന് രാത്രിക്കൊക്കെ ഉണ്ട്, പിന്നെ നാളെ രാവിലേക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലാനാ പറഞ്ഞത്. ഞാൻ നാളെ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകും. പറയാം എന്താവുന്നേ, കൂടിക്കാണോ അതോ
എന്തായിക്കാണെന്ന് അറിയില്ല. ഇനി നാളെ തന്നെ അറിയണം. എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടേക്കും നടക്കാനും വയ്ക്കില്ല. ഞാനിപ്പോ ഈ പെരൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പോകുന്നു മൂത്രശാനൊക്കെ ഞാൻ പുറത്തേക്ക് പോലെ, അല്ലാതെ എനിക്ക് ഇറങ്ങാൻ വയ്ക്കില്ല. ഞാൻ പെട്ടെന്ന് കിതക്കുക, നല്ലോണം ക്ഷീണം ഉണ്ടാവുന്ന പറഞ്ഞത്. അതാ അനങ്ങാതെ എങ്ങനെയാ റൂമിൽ തന്നെ എങ്ങനെ കിടക്കണേ. കോടൊക്കെ കണ്ടില്ല നിങ്ങള്? മാറ്റണ്ടോ? കഞ്ഞി കുടിച്ചില്ല? എന്ത് കൊടുത്താലും അതാണ് ബാക്കി അവിടെ ബാക്കി വെക്കരുത് മമ്മ, എടുത്ത് കുടിച്ചാ നോക്കി. തിന്നൂല്ല കുടിച്ചൂല്ല, എന്താ കാട്ടണേ? തിന്ന് മമ്മ. അല്ല ഇങ്ങനെ വെച്ചോണ്ടെന്നാ ഗ്യാസ് വരൂലേ? പൈച്ചണില്ല പറഞ്ഞിട്ട് ഗ്യാസ് താവതേ. തിന്നാ നോക്കി. നീ വീഡിയോ അതിന്റെ പേരല്ലേ? നാളെ എന്റേത് ഞാൻ പോണം. ടൈം 8 മണി. 9:30 എന്റെ സൂചി അടിച്ച അമ്മ നീ വീഡിയോ അതിന്റെ പേരല്ലേ? ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് അതിന്റെ പേയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ആകെ സീനാണ് കേട്ടോ. അപ്പൊ ഈ മാസം ഒരുമാതിരി മാസമായി പോലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് അതിന്റെ പേയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാരും പ്രാർത്ഥിച്ചോട്ടെ. എല്ലാരും ഉമ്മമാർക്കും എനിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച അല്ലേ അമ്മ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച. ഒരു ഡെങ്കും ഒരു മഞ്ഞപ്പിത്തമാണ് റിപ്പോർട്ട് ചെയ്തിക്കണെന്നാ പറയണേ എല്ലായിടത്തല്ലേ? പൂത്തല് പഞ്ചായത്തില്. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളെ. പൂത്തലഞ്ച ഇത് നമ്മളെ കാര്യമല്ലേ പറഞ്ഞ. പുറത്തെല്ലാവർക്കും പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കണോട് സൂക്ഷിക്കല്ലേ. ഇവിടെ ഉണ്ട്, ഇനിയിപ്പൊ വേറെ എവിടെയൊക്കെ ഉണ്ടോ അറിയില്ലല്ലോ. അതാണ് പറഞ്ഞത്. എല്ലാവർക്കും പകർച്ചപ്പനിയാണ്. എല്ലാരും ശ്രദ്ധിച്ച. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാരും വീഡിയോ കാണുകയും പ്രാർത്ഥിക്കുകയും. മമ്മ അവിടെ കിടക്കണ്ട്. മമ്മ അവിടെ കടന്നോട്ടെ. കടന്നത് ഇനി മമ്മാനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.